ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ബാവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് കാക്കനാടിനോടൊക്കെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ബാവപ്പടി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ബാവപ്പടി എവിടെയാണെന്നുള്ളത്. നമുക്ക് ഇൻഫോ പാർക്കിലേക്കൊക്കെയാണ് ഇവിടുന്ന് പോകണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാക്കനാട് കളക്ടറേറ്റിലേക്കൊക്കെയാണ് പോകണ്ടെങ്കിൽ വെറും 15 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ ഒരു വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ലുലു മാളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിലും ഒരു 15 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും 17 കിലോമീറ്റർ സഞ്ചരിച്ചാൽ. അപ്പൊ ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും, എയർപോർട്ടിലേക്കാണെങ്കിലും എടപ്പള്ളി എല്ലായിടത്തേക്കും നമുക്കൊരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് സഞ്ചരിച്ചെത്താവുന്ന ദൂരത്തിലാണ് ഈ ബാവപ്പടിയിലുള്ള വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ കാണുന്ന വില്ല പ്രൊജക്ടിനകത്ത് 9ഓളം വീടുകളാണ് വരുന്നത്. മിക്ക വീടുകളും സെയിലായി ആളുകൾ താമസമായതാണ്. ഈ ഒരു വീടാണ് നമ്മൾ ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത്ര വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഒരു 4 ബെഡ്റൂമിന്റെ വീട് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാണ്, ഇതിന്റെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണണം. ഇതിനിടയ്ക്ക് എപ്പോഴാണ് പ്രൈസ് പറയാന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ഇതിന്റെ പ്രൈസ് കേട്ടിട്ട് നിങ്ങൾ ഇത്രയും പ്രൈസിന്റെ 4 ബെഡ്റൂം വീടൊന്നും ചിന്തിക്കേണ്ട. ഇതിനകത്ത് പറയുന്ന എല്ലാ പ്രൈസുകളും തന്നെ നെഗോഷ്യബിൾ ആണ്. നമ്മൾ മാർബിൾ ഹോംസിൽ നമുക്ക് ബിൽഡേഴ്സ് ആയിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഒരു റേറ്റിൽ വീട് വാങ്ങി തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 4 സെന്റ് ലാൻഡിലാണ്. 4 സെന്റ് ഒരു പൊടിക്ക് കുറച്ചും കൂടെ ലിങ്സ് കൂടുതലുണ്ടെന്ന് മാത്രം. അപ്പൊ 4 സെന്റ് നമുക്ക് പറയാം. 4 സെന്റ് സ്ഥലത്തിനകത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു 9 വില്ലകളുള്ള ഒരു പ്രൊജക്ടിനകത്താണ് നമ്മൾ ഇന്നൊരു വീട് പരിചയപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതിനടുത്തേക്ക് ഒരുപാട് വില്ലകൾ പണിത് സെയിൽ ചെയ്തിരിക്കുന്ന വീടുകളും പലരും താമസമാകാനൊക്കെ ആയിട്ട് റെഡി ആയിരിക്കുന്ന വില്ലകളൊക്കെയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ വില്ലകളുടെ എല്ലാം ഫ്രണ്ടിൽ കൂടെ പോയിരിക്കുന്നത് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ചിട്ടുള്ള ഭംഗിയുള്ള വഴികളാണ് ഈ വില്ലയുടെ ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു നമുക്ക് ഇതിന്റെ ഒരു മതിലിൽ നിന്നൊക്കെ തന്നെ തുടങ്ങാം. മതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മതിലിന്റെ ഒരു പോർഷനിൽ കുറച്ച് ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ വരുന്ന ഭാഗത്താണെങ്കിൽ ഒരു കോപ്പർ കളറിലുള്ള ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ട് അതിനകത്ത് സ്പോട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മതിലിന്റെ 2 മെയിൻ പില്ലറുകളിൽ വന്നിട്ട് ഭംഗിയുള്ള 2 എഗ് ഷേപ്പുള്ള ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയായിട്ടുള്ള ലേസർ കട്ട് ഡിസൈൻ ഒക്കെയാണ് ഗേറ്റിന് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും മറ്റൊരു സൈഡ് വന്നിട്ട് തുറന്ന് വെക്കാവുന്ന രീതിയിലും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടോളൂ. വളരെ ഭംഗിയായിട്ടുള്ള ഒരുപാട് വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ധാരാളം ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. നമുക്കൊരു വുഡൻ കളർ തോന്നിക്കുന്ന പെയിന്റ്സും ടെക്സ്ചർ വർക്കുകളും എല്ലാം കൊടുത്തിട്ട് ഭംഗിയുള്ളൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനോടൊക്കെ കൂടിയിട്ട് ഭംഗിയുള്ള വർക്കുകളാണ് ഇതിന്റെ എലിവേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ബാൽക്കണിയിലുള്ള വർക്കുകൾ വിസിബിൾ ആണ്. അവിടെ കുറച്ച് ലൈറ്റുകൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. LED ലൈറ്റുകളും കുഞ്ഞു കുഞ്ഞു ലാമ്പുകളും ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വരുമ്പോൾ കാണുന്നത് വീടിന്റെ കാർ പോർച്ച് ആണ്. നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു വലിയ കാർ തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ കൂടെ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ടോട്ടലി 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. ഈ വീടും അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ട് തന്നെ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഗ്രാസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു കിണർ കാണാം. കിണറിനെ കണ്ടിന്യൂ ചെയ്ത് ബാക്ക് സൈഡിലേക്ക് പോകുന്ന ഭാഗത്തെല്ലാം തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ആ ഒരു വഴി ചെന്ന് എൻഡ് ചെയ്യുന്നത് നമുക്ക് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഈ വീടിന്റെ ചുറ്റിനും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് 2 സൈഡും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഒരു ചെറിയ സിറ്റ് ഔട്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 2 ചെയർസ് ഒക്കെ ഇടാവുന്ന സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഒറ്റപ്പാളിയിലായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വീട് ഫേസ് ചെയ്യുന്നത്, വീടിന്റെ ഡോർ ഫേസ് ചെയ്യുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഈ കാണുന്ന വീടിന്റെ മെയിൻ ഡോർ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ മെയിൻ ഡോർ തുറന്ന് അകത്തുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
ഈ ഒരു ഡോർ തുറന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസ് നിങ്ങൾക്ക് നേരെ ഡോർ തുറന്ന് വരുമ്പോൾ തന്നെ ഒരു ഭംഗിയുള്ളൊരു വർക്ക് ഇവിടെ ഇങ്ങനെ കാണാം. ഇതിന്റെ ഈ ഒരു താഴെയുള്ള ഭാഗത്തൊക്കെ വന്നിട്ടാണെങ്കിലും നമുക്ക് നല്ല ഭംഗിയായിട്ട് മൾട്ടി വുഡോട് ഒരു സ്ക്വയർ ഷേപ്പിൽ സെപ്പറേറ്റ് ആയിട്ട് കെട്ടിയിട്ടിട്ട് അതിനകത്ത് ഭംഗിയുള്ള ഗ്രാസും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നല്ല ഭംഗിയായിട്ടുള്ള CNC കട്ടിംഗ് ഒക്കെ നല്ല ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന റൂഫിലാണെന്നുണ്ടെങ്കിലും അതുപോലെ കുറച്ച് ഗ്രാഫിക്കൽ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ റൂഫ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഒന്ന് കാണാം. നല്ല ഭംഗിയുള്ള രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് മൾട്ടി വുഡിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നേരെ നമ്മൾ കയറി വരുമ്പോൾ ആദ്യം നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് ഇവിടുത്തെ TV വെക്കാനുള്ള സ്പേസ് ആണ്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ആ ഒരു മിഡിൽ ഭാഗത്തായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ മൾട്ടി വുഡിൽ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഷെൽഫുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു TV യൂണിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് 3 വിൻഡോസ് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന രീതിയിലുള്ള നീളത്തിലുള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ കാണാം ഭംഗിയുള്ള ഒരു ഡിസൈൻ ഒക്കെയാണ് ആ എൻട്രൻസിൽ തന്നെ ചെയ്തിരിക്കുന്നത്. അതിനകത്തും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് അത്യാവശ്യത്തിനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ആ വരുന്ന വഴിക്ക് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകളിട്ട് ഫുൾ ആയിട്ട് തന്നെ സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതിനോട് താഴെ വരുന്ന ഭാഗം നോക്കിയാൽ കാണാം ഇതുപോലെ ഒരുപാട് കബോർഡുകളൊക്കെ മൾട്ടിവുഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വാഷ് ബേസിൻ വരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിവുഡ് കൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് ഏരിയ ചെയ്തിട്ട് അതിനകത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു പെയിന്റ് ആണ് ഈ ഒരു ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ആണെന്നുണ്ടെങ്കിലും വാഷ് ബേസിൻ നോക്കിയാൽ സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആവശ്യത്തിനുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കുറച്ച് വുഡൻ വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഉണ്ട്. എല്ലാം കൊണ്ടും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ റൂഫിന്റെ ഒരു പോർഷൻ നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് ഒക്കെ കയറി പോകുന്ന ഭാഗം ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പിന്റെ ഒരു സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് അവിടെയും കുറച്ച് ഓപ്പണിങ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഒരുപാട് എയർ സർക്കുലേഷൻ ഒക്കെ കടക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു സിംഗിൾ കോട്ട് കട്ടിലാണ് ഇവിടെ എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. കുറച്ച് സ്ക്വയർ പോലുള്ള ബോക്സുകളൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് ഭംഗിയുള്ള ലൈറ്റ് ഇട്ടിട്ടുണ്ട്. മിഡിലായിട്ട് വലിയൊരു റൗണ്ട് കൊടുത്തൊരു പിങ്ക് ലൈറ്റ് ഒക്കെ ഇട്ട് ഭംഗിയായിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് വുഡ് ആൻഡ് വൈറ്റ് ഷെയ്ഡ് വരുന്ന കളറാണ് വാർഡ്രോബിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് ഒക്കെ ഇതിന്റെ സൈഡിൽ 3 വിൻഡോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരു പടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ വെള്ളമൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടൊക്കെ തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂം കണ്ടു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇറങ്ങി വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൽ നമ്മളുടെ ഈ ഒരു വാഷ് ബേസിൽ ഇരിക്കുന്ന ഏരിയ കഴിഞ്ഞിട്ട് അതിനടുത്തായിട്ടാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാം ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വരുന്ന ഭംഗിയുള്ളൊരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ട് ഒരു ഡബിൾ കോട്ട് കട്ടിലൊക്കെ നമുക്ക് ഇടാവുന്ന സ്പേസ് ഈ ഒരു ബെഡ്റൂമിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ എല്ലാ കോർണേഴ്സിലും വന്നിട്ട് ഒരു ചെറിയ വർക്കൊക്കെ റൂഫിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വലുതും ചെറുതുമായ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബ് ഫെസിലിറ്റി കിട്ടുന്നത്. ആവശ്യത്തിനുള്ള ഡോറുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും സ്റ്റോറേജ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ തന്നെയാണ്, പക്ഷെ നിറയെ ഡോട്ടുകളൊക്കെ ആയിട്ട് നല്ല ഒരു ഭംഗിയുള്ള ഡിസൈനാണ് ബാത്റൂമിലെ ടൈലിനൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു 2 ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഡൈനിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചന്റെ എൻട്രൻസ് നിങ്ങൾ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് കിച്ചന്റെ എൻട്രൻസിൽ കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ ആണെങ്കിലും CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. താഴെയും അതുപോലെ ഭംഗിയുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ ഉണ്ട്. ഇതിന്റെ മിഡിലായിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് കളറുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം വന്നിട്ട് വൈറ്റ് ആൻഡ് ഗ്രേ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് കാഫിന്റെ ഒരു ചിമ്മിണി കാണാം. അതിനടുത്ത് തന്നെയായിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഡൈനിങ്ങിനായിട്ട് വർക്ക് ഏരിയക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് സൗകര്യങ്ങളോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഏരിയയും ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് അവിടെയും ഒരു ചെറിയ സിങ്ക് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഈ ഒരു 2 സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് വർക്ക് ഏരിയയുടെ 2 ഡോറുകളും ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന വഴിക്ക് സ്റ്റെപ്പ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കയറി വരുന്ന സമയത്ത് ആ ഒരു വോള് കുറച്ചൊരു ലൈറ്റ് ആഷ് കളറുള്ള ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ഭംഗിയുള്ള ഒരു ഷോ ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കാണാം. അതുകൂടാതെ സ്റ്റെപ്പ് കയറി വരുന്ന വഴിക്ക് ഈ ഭാഗത്താണെങ്കിലും കുറച്ച് ഓപ്പണിങ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഗ്ലാസ് ഒക്കെ ഇട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി നമ്മൾ വരുന്നത് ഇവിടുത്തെ ഒരു വലിയ ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിന്റെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ കയറി വന്നപ്പോൾ തുടങ്ങി ഈ ഒരു ഹാൾ എത്തുന്നത് വരെ മുകളിലൊക്കെ നിറയെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് അധികമൊന്നും അല്ലാതെ ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് നമുക്ക് TV ഒക്കെ വെക്കാനുള്ള ആ ഒരു സ്പേസ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും നമ്മുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് TV വെക്കാനുള്ള ഒരു യൂണിറ്റ് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനൊക്കെ വലിപ്പമുള്ള ഒരു വലിയ ഹാള് തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമ്മളിവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. ഇതൊരു 4 BHK ഹൗസ് ആണ്. അപ്പൊ നമുക്ക് മുകളിൽ 2 ബെഡ്റൂമുകൾ കൂടെയാണ് കാണാനുള്ളത്. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ടാണ് നമുക്ക് 2 ബെഡ്റൂമുകൾ ഉള്ളത്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. താഴെ കാണിച്ച ബെഡ്റൂമുകളെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതാണെന്ന് നമുക്ക് പറയാം. ബിക്കോസ് ഇതിനകത്ത് നമുക്കൊരു വലിയ സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. ഒരു ഡബിൾ കോട്ട് കട്ടിലിട്ടാൽ പോലും അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇടാനുള്ള ഒരു സ്പേസ് കിട്ടുന്ന ഒരു വലിയ ബെഡ്റൂം ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെങ്കിലും അത്യാവശ്യം വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ആവശ്യത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് 2 സൈഡിലും 3 വിൻഡോസ് വെച്ചിട്ടാണ് എയർ സർക്കുലേഷൻ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ആ ഒരു കോർണറിലായിട്ട് താഴെ കണ്ടതുപോലുള്ള സെയിം പാറ്റേൺ തന്നെയാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കണ്ടതുപോലുള്ള ആ ഒരു സെയിം ടൈല് തന്നെ കുറച്ച് ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അതിനെ ഫേസ് ചെയ്ത് തന്നെയാണ് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമും വരുന്നത്. ഈ ഒരു ബെഡ്റൂമും നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനെ പോലെ തന്നെ നല്ല സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ആയിട്ട് നമുക്കൊരു ഡബിൾ കോട്ട് കട്ടിലിട്ടാലും വീണ്ടും എക്സ്ട്രാ സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ തന്നെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ടതുപോലുള്ള സെയിം ടൈല് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസും അതുപോലെ തന്നെ ബാൽക്കണിയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നത്. വളരെ വലിയൊരു ഏരിയ തന്നെയാണ് ഇവിടെ യൂട്ടിലിറ്റി സ്പേസിനായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു പവർ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് തന്നെയാണ് ഈ കാണുന്ന യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫൈനലി കാണാനുള്ളത് ഇവിടുത്തെ ഒരു ബാൽക്കണിയാണ്. ഈ ഒരു ഭാഗത്തെ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ബാൽക്കണിക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ ബാൽക്കണിയിലും കിട്ടുന്നുണ്ട്. ബാൽക്കണി ഒരു 2 പോർഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പോർഷൻ ഹാഫ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻ വന്നിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് സൺലൈറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല ഭംഗിയുള്ള വുഡൻ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ബാക്കിയുള്ള വില്ലാസ് ഒക്കെ കാണാം. 9 വില്ലകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് വരുന്നത്. പലതും സെയിലായതാണ്. ഈ ഒരു വില്ലയാണ് നമുക്കിനി ഇവിടെ സെയിലിനായിട്ടുള്ളത്. റോഡിൽ നിന്ന് തന്നെ ഒട്ടും ദൂരമില്ലാത്ത വളരെ അടുത്തായിട്ടൊക്കെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള വില്ലകളൊക്കെ എളുപ്പത്തിൽ തന്നെ സെയിലായി പോകും. അതുകൊണ്ട് വീടുകൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ നമ്പറുകളിലേക്കൊക്കെ വിളിക്കുക. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്തിരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനോടടുത്ത് ബാവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം ഒരു 20-25 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് എല്ലായിടത്തേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ലാൻഡ് അളവെന്ന് പറയുന്നത് 4 സെന്റ് ആണ്. 4 സെന്റിൽ കുറച്ചുകൂടെ കൂടുതലുണ്ട്. 4 സെന്റ് ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റില് 1800 സ്ക്വയർ ഫീറ്റില് 4 ബെഡ്റൂമുകളായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ കാർ പോർച്ചിൽ 2 വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ വെള്ളത്തിനായിട്ട് നല്ലൊരു കിണറുണ്ട്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടർ കൂടിയാണ്. മനോഹരമായ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയാണ്. 70 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസിന്റെ ഡിസ്കൗണ്ട് അടക്കം നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ ഈ കാണുന്ന വീട് സ്വന്തമാക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. പേപ്പർ വർക്ക്സും കാര്യങ്ങളും ലീഗൽ എല്ലാം തന്നെ നമ്മളെടുത്ത് ക്ലിയർ ആയിട്ടാണ് നിങ്ങൾക്കൊരു വീട് വാങ്ങിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നത്. അതുപോലെ തന്നെ വീടുകൾ കാണാൻ ആഗ്രഹമുള്ളപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കുക. മാക്സിമം പറ്റുന്ന വീടുകളെല്ലാം ഞാൻ തന്നെയായിരിക്കും ഞാനും ഹസ്ബൻഡും കൂടി ആയിരിക്കും അക്കമ്പനി ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും കംഫർട്ട് ആയിട്ടുള്ള ഒരു യാത്രയായിരിക്കും നിങ്ങൾക്ക് മാർബിൾ ഹോംസിലൂടെ വീടുകൾ കാണാൻ വരുമ്പോൾ തീർച്ചയായിട്ടും കിട്ടുന്നത്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. പിന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ബഡ്ജറ്റ് എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഈ ഓരോ വീഡിയോയിലും കാണിക്കുന്ന ബഡ്ജറ്റ് ഉള്ളവരായിരിക്കണം എന്നില്ല. അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന വീടുകൾ എടുത്തു തരിക എന്നുള്ളതാണ് മാർബിൾ ഹോംസിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണെങ്കിലും മാർബിൾ ഹോംസിലേക്ക് വിളിക്കാൻ മടിക്കേണ്ട. തീർച്ചയായും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നിങ്ങളുടെ ബഡ്ജറ്റ് ഷെയർ ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് എടുത്തു തരാൻ പറ്റുന്ന വീടുകളാണെങ്കിൽ തീർച്ചയായിട്ടും എടുത്തു തരുന്നതായിരിക്കും. ഇപ്പം പുതിയ വീടുകൾ മാത്രമല്ല, നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന പഴയ വീടുകൾ എടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, യൂസ്ഡ് വീടുകൾ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക. അപ്പോൾ അടുത്തൊരു വീടിന്റെ മനോഹരമായ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.